നമസ്കാരം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹിളാ സംഗമത്തിനാണ് ഇന്ന് മോദിയുടെ സാന്നിധ്യത്തിൽ തൃശ്ശൂർ ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വടക്കുന്നാഥൻ്റെ മണ്ണിലാണ് ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കകം മോദി വന്നിറങ്ങുന്നത്. 2 ലക്ഷത്തോളം വനിതാ രത്നങ്ങളാണ് മോദിയുടെ മെഗാ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു റോഡ് ഷോ ആയിട്ട് ഇത് മാറും. ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനമായും വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു സംഗമമാണ്. ഇതോടുകൂടി കേരളത്തിൽ BJPയുടെയും സുരേഷ് ഗോപിയുടെയും തലവര മാറും എന്ന പ്രഖ്യാപനങ്ങളും പല റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്നുണ്ട്. സുരേഷ് ഗോപിയെ കേരളത്തിൽ വേട്ടയാടുന്നവർക്കെതിരെ ഒരു മറുപടി കൊടുക്കും. അതുപോലെ തന്നെ ശ്രീമാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഒരു വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തും. അതിലൊന്ന് സ്ത്രീകൾക്ക്, മഹിളാ രത്നങ്ങൾക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ശോഭന സംഗിണിയായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാരണം ശോഭനക്ക് ഇന്നത്തെ സമ്മേളനത്തിൽ ക്ഷണമുണ്ട്. അപ്പോൾ ശോഭന സംഗിണിയായി എന്ന് പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ശോഭന കൂടാതെ ബീന കണ്ണൻ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മുതലായ 7 വനിതാ രത്നങ്ങളെ സ്പെഷ്യലായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ശോഭന, ഈ 7 പേരും, ശോഭന അടക്കം വീണ കണ്ണൻ അടക്കം 7 പേരും ഇന്ന് മോദിയുടെ വേദി പങ്കിടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വമ്പം പ്രഖ്യാപനങ്ങൾക്കാണ് കേരളം ഇന്ന് കാതോർക്കാൻ പോകുന്നത്. കാരണം നരേന്ദ്രമോദിയുടെ വരവ് തന്നെയാണ്. ഇത്തവണ ഏതായാലും 2 തൃശ്ശൂർ പൂരമാണ്. അത് ഒന്നാമത്തെ പൂരമാണ്. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തൃശ്ശൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഏകദേശം റോഡ് ഷോയ്ക്ക് ശേഷം 1.5 മണിക്കൂറോളം മോദി വേദി പങ്കിടും. തൃശ്ശൂരിൽ നിന്നും കേരളത്തിലെ ലോകത്തിലെ തന്നെ മലയാളികളോടായിട്ട് മോദി സംസാരിക്കും. വമ്പം പ്രഖ്യാപനങ്ങളുണ്ടാവും എന്നൊക്കെയാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. CPMൻ്റെ കൂട്ടയാണ് എന്നാണ് CPM പറയുന്നത്. പക്ഷേ ഇത്തവണ ക്രിസ്ത്യൻ മിഷണറി വോട്ടുകൾ, ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ടുകൾ തന്നെ BJPക്ക് അനുകൂലമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വരുന്ന സ്ഥാനാർത്ഥി, തൃശ്ശൂർ വരുന്ന സ്ഥാനാർത്ഥി ഏതാണ്ടൊക്കെ ഉറപ്പായി തന്നെ സുരേഷ് ഗോപിയാണ് എന്ന് തന്നെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ചുവരെഴുത്തുകളും മറ്റും ഇപ്പോൾ അവിടെ തുടങ്ങിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയാണ് ഈ ഒരു മഹാസമ്മേളനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് സുരേഷ് ഗോപിക്ക് എതിരായിട്ട് തന്നെയുള്ള ഒരു കേസും കാര്യങ്ങളും ഒക്കെ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശ്രീമാൻ നരേന്ദ്രമോദിജി തൃശ്ശൂരിലെത്തുന്നത്. സുരേഷ് ഗോപിക്ക് വൻ മാറ്റങ്ങളാണ് ഈ ഒരു മഹാസമ്മേളനത്തോടെ വരാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്നും മറിയക്കുട്ടിക്ക് ക്ഷണമുണ്ടെന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. മറിയക്കുട്ടിക്ക് പ്രധാനമന്ത്രിയെ കാണാൻ, അതായത് കേരളത്തിൽ ഇത്ര നാൾ കണ്ട ഒരു പ്രതിഷേധത്തിന്, വേറിട്ടൊരു പ്രതിഷേധത്തിന് തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചതാണ് മറിയക്കുട്ടി എന്ന ഒരു വൃദ്ധയിൽ നിന്ന്. ആ വൃദ്ധയുടെ പോരാട്ട വീര്യത്തിനെ അടിസ്ഥാനമാക്കി ഇത്തവണ നരേന്ദ്രമോദിയുടെ വരവോടനുബന്ധിച്ച് മറിയക്കുട്ടിക്കും ക്ഷണമുണ്ട്. മറിയക്കുട്ടി ആ രഹസ്യം മോദിയോട് വെളിപ്പെടുത്തും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ആ രഹസ്യം എന്താണെന്ന് പരസ്യമായിട്ടില്ല. അത് മോദിയോടാണ് ആദ്യം വെളിപ്പെടുത്താൻ പോകുന്നത്. എന്തായാലും മറിയക്കുട്ടിക്കും തൃശ്ശൂർ മഹാസമ്മേളനത്തിൽ ക്ഷണം ഉണ്ട്. മറിയക്കുട്ടിയെയും ഇപ്പോൾ കേരളത്തിൽ സംഗിണി എന്ന മുദ്ര ചാർത്തി തുടങ്ങി എന്നാണ് പറയുന്നത്. ഇന്ന് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത് മഹിളാ സംഗമമാണ്. മോദിയുടെ വരവല്ല പ്രധാനം. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. സുരേഷ് ഗോപിക്കെതിരായ കേസും ഈ പശ്ചാത്തലത്തിൽ വാർത്തയാകുന്നുണ്ട്. ഏകദേശം 10,000-കണക്കിന് സ്ത്രീകളെ ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. 2 ലക്ഷം സ്ത്രീകൾ, വനിതകൾ, മഹിളാ രത്നങ്ങൾ പങ്കെടുക്കും എന്നാണ്. 7 മഹിളാ രത്നങ്ങളുടെ പിൻപറ്റി 2 ലക്ഷത്തോളം മഹിളകൾ പങ്കെടുക്കും റോഡ് ഷോക്ക് മോദിയുടെ കൂടെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയുടെ കൂടെ 2 ലക്ഷത്തോളം പേരുടെ സ്ത്രീകളുടെ പിന്തുണ തന്നെ ഉണ്ടാവും. സുരേഷ് ഗോപിക്കെതിരെയുള്ള കേസ് നിലനിൽക്കുമോ ഇല്ലയോ, കേസ് എടുക്കുമോ, സുരേഷ് ഗോപിനെ അറസ്റ്റ് ചെയ്യുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ 2 ലക്ഷത്തോളം കേരളത്തിലെ മലയാളി വനിതകൾ സുരേഷ് ഗോപി പിന്തുണയായുണ്ട് എന്ന് വേണം ഈ ഒരു മഹാസമ്മേളനം സാക്ഷ്യം വഹിക്കുന്നത്. ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കൂടെ ഇന്ന് ഏകദേശം ഒരു 10 ലക്ഷം പേരെങ്കിലും തൃശ്ശൂരിൽ ഇന്ന് ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിക്കുന്നത്.